നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്ന പന്തളം കൊട്ടാരത്തിന്റെ ആവശ്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പന്തളം കൊട്ടാരത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പന്തളം കൊട്ടാര പ്രതിനിധികളും ദേവസ്വം ബോർഡും നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഇന്നലകളിലും നല്ല ബന്ധത്തിലായിരുന്നു, നാളെയും നല്ല ബന്ധത്തിൽ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരിപാടി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അവരെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു, ക്ഷണിച്ചു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ടും പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടും യാതൊരു കൺഫ്യൂഷനും ഇല്ല. അവർ കൃത്യമായി ആ കാര്യങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഈ കഴിഞ്ഞ 2018 കേസുമായി ബന്ധപ്പെട്ട് ഒരു ചില കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൺഫ്യൂഷൻ എന്താണോ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഞങ്ങളോട് ആ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആശങ്ക അവർ പങ്കുവച്ചു. അത് കൃത്യമായും ബന്ധപ്പെട്ട അധികാരികളോട് ബോർഡ് ചർച്ച ചെയ്ത് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് യാതൊരു ആശയക്കുഴപ്പവും ഇല്ല എന്നും PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പന്തളം കൊട്ടാരം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കൊട്ടാരം പ്രതിനിധി MRS വർമ്മ പറഞ്ഞു. ദേവസ്വം ബോർഡുമായി നല്ല ബന്ധമാണ് പന്തളം കൊട്ടാരത്തിനുള്ളത്. ഇനിയും അത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.